മല പോലെ വന്നതിനെ മഞ്ഞ് പോലെ മായ്ക്കാൻ മുഖ്യമന്ത്രിയുടെ കേവലം 5 വാക്കുകൾ. ബിഷപ്പ് കല്ലറങ്ങാട്ട് പറഞ്ഞത് സ്വന്തം സമുദായത്തോടെന്ന്. ഇതിലൂടെ തലയൂരാൻ അവസരം ലഭിച്ചിരിക്കുന്നത് കപട മതസ്പർദ്ധാവാദവുമായി ക്രിമിനലുകളെ പിന്തുണച്ചെത്തിയവർക്ക് തന്നെയാണ്. മുഖ്യമന്ത്രി വെറുതെ ആരെയും പ്രീണിപ്പിക്കാൻ പറഞ്ഞതല്ല ഇത്. പെൺകുട്ടികളെ തീവ്രവാദത്തിൻ്റെ വഴിയിലേക്ക് തിരിക്കാൻ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് CPM സമ്മേളനങ്ങളുടെ ഉദ്ഘാടന പ്രസംഗത്തിനായി പാർട്ടി തയ്യാറാക്കിയ കൈപ്പുസ്തകത്തിലെ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു. ഇത് ഏത് മതവിഭാഗവുമായി ബന്ധപ്പെട്ട തീവ്രവാദമാണെന്ന് കുറിപ്പിൽ നിന്ന് പകൽ പോലെ വ്യക്തം. അതിനാൽ ക്രൈസ്തവ യുവതിയെ കുടുക്കുന്ന തീവ്രവാദികളുടെ കെണികളെ പറ്റി മാർ കല്ലറങ്ങാട്ട് പറഞ്ഞത് വിശ്വസിക്കാൻ മുഖ്യമന്ത്രിക്ക് യാതൊരു തടസ്സവുമില്ല. ഇക്കാര്യത്തിൽ ക്രൈസ്തവരെ സമാശ്വസിപ്പിക്കാനായി ഒരു കപട വാക്ക് പോലും അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നില്ല. കാരണം ഇത് CPM കണ്ടെത്തിയ സത്യം തന്നെ. ഈ സത്യത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ക്രൈസ്തവ മുസ്ലിം സമുദായങ്ങളെ തമ്മിലകറ്റാൻ ബാഹ്യശക്തികൾ ശ്രമിക്കും എന്ന ഭീതിയും CPM പ്രകടിപ്പിച്ചു. അങ്ങനെയൊരു അപകടം ഉണ്ടാകരുതെന്ന ജാഗ്രത കൂടിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. ബിഷപ്പിനെതിരെ ഹാലിളക്കം നടത്തിയ ചാനലുകൾക്കും അവർ ആരെയൊക്കെയോ പിന്തുണച്ചോ അവർക്കും ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കിനെ മാനിച്ചിട്ടെങ്കിലും വേണമെങ്കിൽ പിൻവാങ്ങാം. ഇത് ദൈവം നൽകിയ അവസരം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ കൊണ്ട് മാപ്പ് പറയിക്കാനും കേരളമാകെ തേരോട്ടാനുമുള്ള തീവ്രവാദ അതിമോഹത്തിൻ്റെ ദുരന്തരംഗം അങ്ങനെ ഒഴിവായി. യേശു തൻ്റെ സഭയെയും അഭിഷിക്തരെയും കാക്കുന്ന വഴി, അവരിലൂടെ എല്ലാ മനുഷ്യർക്കും വേണ്ടി അപായ സൂചന നൽകുന്ന വഴി. എന്നാൽ കോൺഗ്രസ് നേതാക്കളായ VD സതീശനും K സുധാകരനുമോ മാർ കല്ലറങ്ങാട്ടിൻ്റെ പ്രസ്താവനയെ ദേശദ്രോഹം പോലെ എന്തോ ഒന്നാണെന്ന് വിമർശിച്ച് ഇസ്ലാമികവാദികളെ പ്രീണിപ്പിച്ച VD സതീശൻ താൻ ശരിക്കും ആരാണെന്നല്ലേ തെളിയിച്ചത്? മുഖ്യമന്ത്രിക്കെതിരെ ചങ്കൂറ്റത്തിൻ്റെ വമ്പൻ പ്രസ്താവന നടത്തിയ സുധാകരൻ ഇനി ആ ഊറ്റമൊക്കെ താഴെ വെച്ചിട്ട് സാക്ഷാൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ പ്രതിഭയിൽ നിന്നും തെല്ല് ബുദ്ധി കടം കൊള്ളാൻ ശ്രമിക്കട്ടെ. ഇസ്ലാമികവാദികളെ പ്രീണിപ്പിക്കാനുള്ള തിടുക്കത്തിൽ സ്വയം പരാജയമായ ഇരുവരെയും ഈ വിഷയത്തിൽ തൽക്കാലം വിട്ടുകളയുന്നു. എന്നാൽ സമാധി വിട്ടു തല നീട്ടിയ ഇസ്ലാമിക തീവ്രവാദികളും അവരെ പിന്തുണച്ചവരും മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി പറയണം. ഇതൊരു തുടക്കം മാത്രം. യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് കൗശലങ്ങളും കുതന്ത്രങ്ങളും വെടിഞ്ഞ് മതവേഷമിട്ട ക്രിമിനലിസത്തെ തള്ളി പറയുക തന്നെയാണ്. താലിബാനി ഉറവിടമുള്ള മയക്കുമരുന്ന് വ്യാപകമായി കേരള സമൂഹത്തിലേക്ക് പകർന്നു കഴിഞ്ഞവർ ആ പണി തുടരുമ്പോഴാണ് ഭീകരതയ്ക്ക് മതമില്ല എന്നതിൻ്റെ നാർക്കോട്ടിക് പാരഡി കേരളം കേട്ടത്. മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ കുത്തക ആർക്കെന്ന് അന്വേഷണം നടത്തുക എന്ന ഉപദേശമേ അവരോടും അവരെ താങ്ങിയ ചാനലുകളോടുമായി ഇപ്പോൾ പറയാനുള്ളൂ. കല്ലറങ്ങാട്ട് പിതാവിൻ്റെ മുന്നറിയിപ്പ് പുറത്തു വന്നത് മുതൽ ഇക്കൂട്ടരെല്ലാം ചേർന്ന് പുറപ്പെടുവിച്ച ശബ്ദവും ശബ്ദഭേദങ്ങളും തികച്ചും ആസൂത്രിതമായിരുന്നു. ബിഷപ്പിനെതിരെ ഉയർന്ന ശകാരം എത്തി നിന്നതാകട്ടെ തുടങ്ങി വെച്ച ബിഷപ്പ് തന്നെ ഇത് അവസാനിപ്പിക്കണമെന്ന പ്രസ്താവനയിൽ. സാത്വികമെന്ന് തോന്നിക്കുന്ന ഈ വാക്കുകൾക്ക് പിന്നിലെ കൗശലവും ഉദ്യമവും ഒളിപ്പിച്ച ഭീഷണിയും ഇസ്ലാമിക ആഭിമുഖ്യമുള്ള ചാനലിൻ്റേത്. കാര്യങ്ങൾ വ്യക്തം. ഇതിനകം കണ്ട തീവ്രവാദ പക്ഷ കോലാഹലങ്ങൾക്ക് ഒരർത്ഥമേ ഉള്ളൂ. മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞ ഭീഷണമായ സത്യത്തെ കോലാഹലത്തിൽ കാര്യം നിശ്ചിത വലയത്തിന് അപ്പുറത്തേക്ക് പ്രസരിക്കാതെ തടയിടണം. അത് യഥാർത്ഥ ക്രിമിനലുകൾക്കെതിരായ അന്വേഷണത്തിനോ നടപടികൾക്കോ ഒരു വിധത്തിലും വഴിവെച്ചുകൂടാ എന്ന്. അതിനായി ചില ചാനലുകൾ സൃഷ്ടിച്ചു കൊടുത്ത മാർഗം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞതിൽ മതവിദ്വേഷമോ മതസ്പർദ്ധയോ ഇല്ല. മതവികാരം വ്രണപ്പെടുത്താനുള്ള കടന്നാക്രമണവുമില്ല. പൊതുസമൂഹത്തോടുള്ള വിളംബരവുമില്ല. എന്നാൽ യഥാർത്ഥ ക്രിമിനലുകളെ രക്ഷിക്കാൻ തങ്ങളുടെ സമൂഹത്തിലെ
കുഴപ്പം പിടിച്ച സത്യം മറച്ചുവെക്കാൻ ചിലർ കപട മതസ്പർദ്ധയും കപട മതവിദ്വേഷവും ഭാവിക്കുന്നു. കൃത്രിമ വൈകാരികതയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച അവർ വിദ്വേഷത്തിൻ്റെ പാട്ടയും കൊട്ടിയിറങ്ങി. പ്രതിഷേധത്തിന് തിരികൊളുത്താൻ നോക്കി. വലിയ സ്പർദ്ധ മുളച്ചു പൊന്തുന്നു എന്ന് പ്രചരിപ്പിച്ചു. പേടിപ്പിക്കൽ തന്നെയാണ് അതിൽ പങ്കാളികളായവരുടെ ഉദ്ദേശം. പേടിപ്പിച്ച് ഇനി ഒരിക്കലും കേരളത്തിൽ ആരും ലവ് ജിഹാദ് എന്നോ നാർക്കോട്ടിക് ജിഹാദ് എന്നോ മറ്റേതെങ്കിലും ജിഹാദ് എന്നോ മിണ്ടിപ്പോകാത്ത വിധം ഇസ്ലാമിക ക്രിമിനലുകൾക്കെതിരെ ഒരു വാക്കെങ്കിലും ഉരിയാടാത്ത വിധം ക്രൈസ്തവരുടെ മുഴുവൻ വായടപ്പിക്കാനുള്ള ശ്രമം. അതിനുവേണ്ടിയാണ് ക്രിമിനലുകളോട് പക്ഷം ചേർന്ന നേതൃഭാവക്കാരുടെ പിത്തലാട്ടം. മതച്ഛായ പൂണ്ട ഭീഷണിപ്പെടുത്തലിൻ്റെ പുതിയൊരു രൂപം. ഇതേ ആരോപണം ഇതിനു മുമ്പ് പൊതുവായി ഉയർന്നിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ട് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞയുടൻ ചിലർ ചാടി വീണു? ഇത്ര നാളും ലവ് ജിഹാദ്, സെക്സ് ജിഹാദ്, മയക്കുമരുന്ന് ജിഹാദ് എന്നൊക്കെ പലരും മുറയിട്ടെങ്കിലും അതൊന്നും തങ്ങളുടെ തൊലിപുറത്ത് പോലും ഏശുകയില്ലെന്ന് ക്രിമിനലിസത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കേരളത്തിലെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ ചാരിയുള്ള ധൈര്യം. എന്നാൽ കല്ലറങ്ങാട്ട് പിതാവ് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പോലും കരുതാത്ത വിധം അതിൻ്റെ മാനം പൊടുന്നനെ മാറുന്നത് മതബദ്ധ ക്രിമിനലുകളും അവരെ സഹായിക്കുന്നവരും വളരെ ദൂരെ നിന്നും മണത്തു. ഈ വിവാദം കരുത്തുള്ള മറ്റു ചിലർ ഏറ്റുപിടിച്ചാൽ അത് സംസ്ഥാനത്തിന് അപ്പുറമുള്ള തലത്തിലേക്ക് വളർന്നാൽ തങ്ങൾക്ക് ശരിക്കും പൊള്ളുമെന്ന് അവർ മനസ്സിലാക്കി. അതിനെങ്ങനെയും തടയിടാനുള്ള വെപ്രാളമാണ് പാലാ രൂപത ആസ്ഥാനത്തേക്കുള്ള ചിലരുടെ പ്രയാണമായും പലരുടെയും പോർവിളികളായും അവരുടെ കൂലി പറ്റുന്ന ചില മതേതരുടെ സദാചാര വിമർശനങ്ങളായും വെളിപ്പെട്ടത്. മതസ്പർദ്ധ എന്ന പ്രചാരണം ചൂട് പിടിപ്പിച്ചാൽ കേരള സമൂഹം മുഴുവൻ സഭാപിതാക്കന്മാരുടെ നേരെ തിരിയും. അവർക്ക് പേടിച്ച് പിന്മാറാതെ നിവൃത്തിയില്ലെന്ന് വരും. അതൊരു നിയമപ്രശ്നവുമാക്കാമെന്നൊക്കെയാണ് പ്രതിഷേധക്കാർ കണക്കുകൂട്ടിയത്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പുറമേക്ക് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ മുന്നറിയിപ്പിനെ വിശാലമായി കാണുന്നതാണെങ്കിലും അത് യഥാർത്ഥത്തിൽ തങ്ങളെ രക്ഷിക്കുന്ന മന്ത്രമാണെന്നും കൂടി ലൈംഗിക മയക്കുമരുന്ന് ജിഹാദിനെ പിന്തുണയ്ക്കുന്നവർ തിരിച്ചറിയണം. തീർച്ചയായും അവരത് അറിയുന്നുണ്ടാകും. മാർ കല്ലറങ്ങാട്ടിനെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നവരുടെ അന്തിമ ലക്ഷ്യം വട്ടായിലച്ചൻ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യപ്പെടാത്ത വിധം മൃതമാക്കുക എന്നതാണ്. ആ ലക്ഷ്യത്തിന് പല മുനകളുണ്ട്. ലൈംഗിക മയക്കുമരുന്ന് ജിഹാദികളുടെ പാതകങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കുകയോ ഈ പാതകങ്ങൾ അന്വേഷണത്തിന് വിഷയമാക്കുകയോ ചെയ്യാതെ തടയുക. പെൺകുട്ടികളെ വശീകരിച്ചും വശം പ്രയോഗിച്ചും പ്രണയത്തിൽ കുടുക്കി മതം മാറ്റി തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന കാര്യം ഇനിമേൽ സമൂഹത്തിൽ ചർച്ചയാകാതെ നോക്കുക. മയക്കുമരുന്ന് നൽകിയും മറ്റു വിധത്തിലും ലൈംഗിക കെണിയിൽപ്പെടുത്തുന്നതോ അത് ചിത്രീകരിച്ചും ഗുപ്തമായി പച്ചകുത്തിയും ജീവിതം തകർക്കുന്നതോ അതുവഴി മതം മാറ്റുകയും ഉപനാരികളാക്കുകയും ചെയ്യുന്നതോ ആയ ദുഷ്ടതയെക്കുറിച്ച് ആരും മിണ്ടാതാക്കുക. അന്വേഷണത്തിന് കാരണമാകുന്ന വിധം ആരുടെയും ആരോപണമോ മുന്നറിയിപ്പോ ഉയർന്നു കേൾക്കാതിരിക്കാൻ എല്ലാ നാവുകളെയും നിശബ്ദമാക്കുക. സൂചിപ്പിച്ച വിപത്തുകളെല്ലാം ക്രൈസ്തവ സമൂഹത്തെ നിശ്ചയമായും ക്ഷതമേൽപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇരകളാക്കപ്പെട്ടവരുടെ സ്വകാര്യതയെ ബാധിക്കുമെന്നതിനാൽ ചോദിക്കുന്നവരുടെ എല്ലാം മുമ്പാകെ പേരും ഊരും വെളിപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഈ സാഹചര്യം മുതലെടുത്താണ് മാധ്യമ ജഡ്ജിമാരുടെയും ആക്രോശക്കാരുടെയും വെല്ലുവിളി. മയക്കുമരുന്ന് ഭീഷണി എന്ന സാമാന്യ നിലയ്ക്കുപരി ഗൗരവമുള്ളതാണ് ക്രൈസ്തവരെ സംബന്ധിച്ച് ഇതിലുള്ള മാനങ്ങൾ. മയക്കുമരുന്ന് വ്യാപാരവും ഉപയോഗവും കർക്കശമായി നിരോധിക്കപ്പെട്ടാൽ ഭീഷണി വലിയ അളവിൽ പരിഹൃതമാകും. എങ്കിലും പിന്നെയും അവശേഷിക്കും ക്രൈസ്തവ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ മതബദ്ധരുടെ ലൈംഗിക കടന്നേറ്റങ്ങൾ. അതും അവസാനിക്കണം. അതുവരെ ഭീഷണിയുടെ പേരിൽ ചർച്ച നിർത്തിവെക്കേണ്ട വിഷയമല്ല ഇത്. KCBC നിർദ്ദേശിച്ചതുപോലെ ഈ നിർമ്മിത വിപത്തുകൾ തുടച്ചു നീക്കപ്പെടുന്നതുവരെ പക്വമായ ചർച്ചകളും
ജാഗ്രതപ്പെടുത്തലുകളും ആവശ്യമുണ്ട്. അതത് സമുദായങ്ങൾക്കുള്ളിൽ മാത്രമല്ല, വിദ്വേഷ കാരണമാകാതെ പറയാവുന്ന അളവിൽ പൊതുവിലും. അതിനെ മതസ്പർദ്ധയാക്കി കപട കലഹത്തിലൂടെ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാവുന്നവരെ നിശ്ചയമായും കരുതിയിരിക്കണം.